സൈന്യത്തെ പിൻവലിക്കുന്നത് വേഗത്തിലാക്കാൻ ധാരണയായെന്ന് മാലദ്വീപ് ഭരണകൂടം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. പരസ്പര സഹകരണം കൂട്ടുമെന്ന് മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതേസമയം മാലദ്വീപ് ഇന്ത്യ ഉന്നതതല സമിതിയിൽ വിശാലമായ ചർച്ച നടന്നെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചു. പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെപ്പറ്റി ചർച്ച നടത്തി. നിലവിലുള്ള സംയുക്ത വികസന പദ്ധതികൾ വേഗത്തിലാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മാലദ്വീപിലെ ജനങ്ങൾക്ക് ആരോഗ്യമേഖലയിൽ വ്യോമസേനയുടെ സഹായം തുടരുമെന്നും ഇന്ത്യ പറഞ്ഞു. മാലദ്വീപ് വിദേശകാര്യ ഉദ്യോഗസ്ഥരും അവിടുത്തെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരും തമ്മിൽ നടന്ന ചർച്ചയിൽ സൈന്യത്തെ പിൻവലിക്കുന്നത് സംബന്ധിച്ചും മാലദ്വീപ് ആവശ്യമുന്നയിച്ചിരുന്നു. മാർച്ച് 15-നകം പിൻവലിക്കാനാണ് രേഖാമൂലം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദുബായിൽ നടന്ന കാലാവസ്ഥാ ഉച്ചകോടിക്കിടെ നടന്ന ചർച്ചയിൽ സൈനിക സാന്നിധ്യം അവസാനിപ്പിക്കണമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇക്കാര്യം ചർച്ച ചെയ്യാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു.